ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അണിയറയിലെ കുറ്റവാളികൾ. അത് നിങ്ങൾക്കറിയാലോ, അണിയറയിൽ കുറേ കുറ്റവാളികൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം പല കേസുകളിലും. അപ്പോൾ എസ്പെഷ്യലി ഈ ഡിവോഴ്സ് പോലെയുള്ള കേസുകളിൽ, സമൂഹത്തിൽ മൊത്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഡിവോഴ്സ് പോലെയുള്ള കേസുകളിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കുറ്റവാളികളാവും, ചിലപ്പോൾ ഭാര്യ മാത്രം, ചിലപ്പോൾ ഭർത്താവ് മാത്രം കുറ്റവാളികളൊക്കെയാണ്. അപ്പോൾ ഈ കുറ്റവാളികൾക്ക് ഉണ്ടാവുന്ന ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഈ ഡൈവേഴ്സ് കേസിലൊക്കെ കുറ്റവാളികളായിരുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് കിട്ടണം. കുറ്റവാളികളല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഈ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ കാണുന്നൊരു പ്രവണത എന്ന് വെച്ചാൽ അവരുടെ പങ്കാളികളെ പരമാവധി ഡീഫെയിം ചെയ്യും, മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരായി കാണിക്കും. എപ്പോഴും അവർക്ക് കുറ്റമായിരിക്കും, അവർക്ക് സംശയരോഗമായിരിക്കും, അവർക്കതാണ് അവർക്കിതാണ്, ഞാൻ എല്ലാം ചെയ്തിട്ടും അവരൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പല പല കുറ്റങ്ങളായിരിക്കും ശരിക്കും കുറ്റവാളിയായിരിക്കുന്ന ഡൈവേഴ്സിലെ പങ്കാളിക്ക്. അതേസമയം കുറ്റം ചെയ്യാത്ത ഒരു ജീവിത പങ്കാളിക്ക് അവർ ഒന്നും ഇടതില്ല. അവർ പലപ്പോഴും സൈലൻ്റ് ആയിരിക്കും. കാലം അവർക്ക് വേണ്ടി ഒരു നല്ല വിധി വിധിക്കുമെന്ന് വിചാരിച്ച് അവർ പലപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സമൂഹത്തിൽ മൊത്തം എൻ്റെ ചുറ്റുപാടിലും ഇങ്ങനത്തെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം, കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാർ ചുമ്മാതിരിക്കത്തില്ല, പരമാവധി മറ്റേയാളെ ഡീഫെയിം ചെയ്തുകൊണ്ടേയിരിക്കും. കുറ്റം ചെയ്യാത്ത ആളാണെങ്കിൽ പരമാവധി സൈലൻ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ അവരിൽ കാണുന്ന സാധാരണ ഒരു പ്രവണത. പിന്നെ രണ്ടാമത്, കുറ്റവാളിക്ക് ശരിക്കും ഡൈവേഴ്സ് പോലെയുള്ള കേസിൽ കുറ്റം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മോട്ടീവ് കാണും. എസ്പെഷ്യലി ഇപ്പോഴത്തെ മിക്കവാറും ഡൈവേഴ്സ് കേസിലും അവർക്ക്, അതായത് ശരിക്കും ഡൈവേഴ്സ് വേണ്ട വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിൻലി നെക്സ്റ്റ് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വേറൊരു വെഡ്ഡിങ്ങിലേക്ക് പോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അവരുടെ മോട്ടീവ്. അപ്പോൾ അവർ ഡൈവേഴ്സ് അച്ചീവ് ചെയ്തു. ഫസ്റ്റ് അവരുടെയും ഡൈവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഡൈവേഴ്സ് അച്ചീവ് ചെയ്തു. നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ ആ മോട്ടീവ് നടപ്പിലാക്കിയെടുക്കുക. അപ്പോൾ അത് ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകളും പിന്നെ പല പല മോട്ടീവ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുക. അപ്പോൾ ഒരു മാക്സിമം ഡൈവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ മോട്ടീവ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. വിത്തിൻ 1 or 2 ഇയറിൽ അവർ വെഡ്ഡിങ് ആണെങ്കിൽ വെഡ്ഡിങ് നടക്കും, അല്ലെങ്കിൽ മറ്റേ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അറ്റൈൻ ചെയ്യും, അവരവരുടെ വഴി സെറ്റിലാവും. അതാണ് രണ്ടാമത്തെ. നമുക്ക് വിസിബിളായിരിക്കും, സമൂഹത്തിൽ നമുക്ക് വിസിബിളായി കാണാൻ പറ്റും. പിന്നെ മൂന്നാമത് കാണുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഡൈവേഴ്സ് പോലെയുള്ള കേസുകളിൽ മോട്ടീവ്, അതായത് ശരിക്കും കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഴയ പങ്കാളികളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ പരമാവധി അവരിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. എസ്പെഷ്യലി അവർക്കൊരു നല്ലത് വരുന്നെന്ന് കണ്ടാൽ അതെങ്ങനെയും ബ്ലോക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ശരിക്കും ഈ ഡൈവേഴ്സ് പോലെയുള്ള കേസുകളിലെ കുറ്റവാളികൾ പരമാവധി അവർക്ക് വരുന്ന നല്ല കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ നല്ല കാര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളെ സമീപിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പഴയ പങ്കാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഉപദ്രവിക്കാൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ. ചിലപ്പോൾ അവരെ ഡീഫെയിം ചെയ്യാം, അല്ല വലിയ വലിയ ക്രിമിനൽസൊക്കെ ആണെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല അനലൈസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും കുറ്റം ചെയ്തവരാരാണ്. ഈ ഡൈവേഴ്സ് പോലെയുള്ള കേസുകളിൽ കുറ്റവാളി ആരാന്ന് സമൂഹം വ്യക്തമാക്കും, അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ദൈവം സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് ശരിക്കും ഒരു വാസ്തവം. നമുക്ക് കാണാം, നമ്മൾ മലയാളികളൊക്കെ ഈ പല കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആരും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, എല്ലാവരും തന്നെ പ്രൊഫഷണൽസാണ്. അപ്പോൾ നമുക്ക് ഈ കേസുകളൊക്കെ അനലൈസ് ചെയ്യുമ്പം ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമുണ്ടല്ലേ. അപ്പം നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ ചുറ്റുപാട് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കൊക്കെ വിസിബിളായിട്ടുള്ളതാണ്. കുറ്റം ശരിക്കും ചെയ്യുന്നയാൾ മറ്റേ ഓപ്പോസിറ്റ് പാർട്ടീനെ ഡീഫെയിം ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു നേച്ചറാണ്, ശരിക്കും കുറ്റവാളികളുടെ ഒരു നേച്ചറാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കുറ്റവാളികളെ നമ്മൾ അനലൈസ് ചെയ്യും. നമ്മൾക്ക് കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ കുറ്റം ശരിക്കും അവർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് തന്നെ വ്യക്തമാവും ആരാ കുറ്റവാളിന്ന്. അപ്പം നിങ്ങളുടെ ചുറ്റുപാടിലും ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും കുറ്റവാളികളെന്ന്. താങ്ക്